എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. രമ്യ സുവി, പ്ലീസ് വെൽക്കം. നമസ്കാരം. ഏറ്റവും ആദ്യം തന്നെ നൻപകൽ നേരത്തിൽ മയക്കം ഭയങ്കരമായിട്ട് കണ്ടിഷ്ടപ്പെട്ട ഒരു വേഷം. ആദ്യമായി ഫസ്റ്റ് ഡെബ്യൂ ആണെന്ന് നമുക്ക്. ഞാൻ ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ ഭരതനാട്യത്തിൽ തന്നെയാണ്. ഇത് എങ്ങനെയോ വന്ന് ചേർന്നു. ഞാൻ ചിരുത എന്ന് പറയുന്ന ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിരുന്നു. അതാണ് ഒരു ഡാൻസ് അല്ലാത്ത ഒരു കാര്യം. അത് മ്യൂസിക്കൽ വീഡിയോ ആണ്. അത് കണ്ടിട്ടെന്ന് മാത്രമല്ല, എങ്ങനെയോ സാഹചര്യം വന്നു, ഓഡീഷൻ ചെയ്തു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടി. അങ്ങനെയാണ് സിനിമയുടെ ഒരു സിനിമയിൽ അത് ഭയങ്കര സന്തോഷമായിട്ട് ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്തൊരു വേഷം. അത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു വേഷം കിട്ടുന്നു. മമ്മൂക്കയുടെ കൂടെ ഉള്ളൊരു റോൾ, വൈഫായിട്ടുള്ള വേഷം ചെയ്യുന്നു. അത് കൂടാണ്ട് LJPയുടെ സിനിമയിൽ തന്നെ ഡെബ്യൂ മൂവി, അതൊക്കെ ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഫസ്റ്റ് മൂവിയൊക്കെ അങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അതെ പിന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. എനിക്കത് സെലക്ട് ആകുമ്പോഴും എനിക്ക് അറിയില്ല മമ്മൂക്കന്റെ വൈഫാണെന്നൊന്നും, ആ കഥാപാത്രമൊന്നും അറിയില്ല. അവിടെ നിന്ന് ചെന്ന് സാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് വാക്സ് ചെയ്യരുത്, ത്രെഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ കൺഫ്യൂസ് ആണ്. ഒന്നും ഇനി എന്താണ് ഞാനിതിൽ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള അനൂപാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ മമ്മൂക്കേൻ്റെ വൈഫാണ്, വല്ലതും മനസ്സിലായോ എന്ന് ചോദിക്കും. എന്തായിരുന്നു ഫസ്റ്റ് അറിയുന്ന മൊമെന്റ്? ആദ്യത്തോട് കുറേ നാളായിട്ട് ക്ലാസിക്കൽ ഡാൻസിൻ്റെ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം ഒരു സിനിമയിൽ ഫസ്റ്റ് വേഷം കിട്ടുമെന്ന് അറിയുന്നു. അത് LJPയുടെ മൂവിയാണെന്ന് അറിയുന്നു. പെട്ടെന്ന് ഒരു മൊമെന്റിലാണ് അറിയുന്നത് ഇത് മമ്മൂക്കയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന വേഷമാണ്. അത് കേട്ടപ്പോൾ ഉണ്ടായ എക്സ്പ്രഷൻ അതെന്താണ്? ആ ഒരു ഫീലിംഗ് പറഞ്ഞാൽ ഫസ്റ്റ് ഒരാൾ നമ്മളിപ്പോൾ ഒരു ഷോയിൽ പോകുന്നു, അപ്പോൾ അത് ആരാണ് കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നീട് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടുന്ന കുറേ സംഭവമുണ്ട്. എന്തായിരുന്നു ശരിക്കും രമ്യക്ക് ഫീൽ ചെയ്ത് മമ്മൂക്കയുടെ ഭാര്യയായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു? അങ്ങനെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ആ മൊമെന്റിൽ ഹാപ്പിനെസ്സിനെക്കാട്ടിലുപരി വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണോ എടുക്കുന്നത്. ഒന്നാമത് എൻ്റെ ഒരു പ്രൊഫഷൻ അല്ല, അപ്പോൾ എനിക്കതിൽ സിനിമാ അഭിനയത്തിൽ ഒരു ലേണിങ്ങും ഇല്ല. അങ്ങനത്തെ ചിന്തകളായിരുന്നു. എന്നാലും നല്ലൊരു ഒരു ഡാൻസ്, അതും ക്ലാസിക് ഡാൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ റിയാക്ഷൻസ്, ഇമോഷൻസ് എല്ലാം നിങ്ങൾ ഞാൻ അഭിനയ പാർട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും ഇതിൽ ഓഡീഷൻ ചെയ്യുമ്പോൾ കിട്ടുകയൊക്കെ ചെയ്ത്. പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം. പിന്നെ പതുക്കെയാണ് ആ സന്തോഷം ബൂസ്റ്റപ്പ് ആയത്. അപ്പോൾ ആ ഒരു സന്തോഷം ഇന്ന് നമ്മൾ ഈ ഒരു ഷോ അറിയാലോ, ഒരു ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ വിങ്സ്, ലോലിപോപ്പ് ചില്ലി ചിക്കൻ ആണ്. ഓക്കെ, ലോലിപോപ്പ് മറിനേറ്റ് ചെയ്തിട്ട് എന്റെ മോന് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ റെസിപ്പി കണ്ടിട്ട് മോൻ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. എവിടെയാണ് രമ്യയുടെ? പാലക്കാടാണ്. നേറ്റീവ് പ്ലേസ് പാലക്കാടാണ്. ഒരു 5 കൊല്ലമായിട്ട് ഇവിടെ കൊച്ചിയിലുണ്ട്. എങ്ങനെയാണ് ആദ്യത്തെ സിനിമ വന്നു, അതിനുശേഷം ഉണ്ടായ റെസ്പോൺസ്? ഓഡിയൻസിനും ഫാമിലി, ഫ്രണ്ട്സ്, നാട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുമല്ലോ. ഹസ്ബൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളും ആർട്ടിസ്റ്റാണ്, അനിമേഷൻ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി പൊതുവെ എന്താണ് സിനിമ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് സൂപ്പർ ഹാപ്പി ആയിരുന്നു. എല്ലാവരും സന്തോഷമായിട്ട് തന്നെ എടുത്തു. ഓക്കെ, ആദ്യം തന്നെ ഇതിന്റെ റെസിപ്പിക്ക് നമ്മൾ ചിക്കൻ, ഇത് ലോലിപോപ്പ് ആണ്. ഇതിനിപ്പോൾ ലോലിപോപ്പ് കിട്ടിയില്ലെങ്കിൽ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ലോലിപോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ചിക്കൻ ആയാലും കുഴപ്പമില്ല. ചിക്കൻ ബ്രസ്റ്റ് ആവും, അല്ല ഹോൾ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് പീസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ, മൈദ സമാസമം, കുറച്ച് മുട്ട എടുത്തിട്ട് ലേശം ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ, സോൾട്ട് ഇട്ടിട്ട് അതിനെ മറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. മറിനേറ്റ് ചെയ്തിട്ട് ഇതിനെ ഡീപ് ഫ്രൈ ചെയ്തിട്ട് പിന്നീട് ഇതിനെ ഒരു സോസിൽ ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുമ്പോൾ ചില്ലി ചിക്കൻ. ആദ്യം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഹാഫ് ഡൺ ചെയ്യാം. ആക്ച്വലി ഇങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതെന്തോ പൊതുവെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പക്ഷെ ഇത് ഷെഫ് പിള്ളേന്ന് കണ്ടപ്പോൾ ഞാൻ ഫാൻ ഓഫ് യു ആക്ച്വലി. അതായത് അത്രയും ഒരു എഫേർട്ട് ഇട്ട് ലൈഫിൽ വന്ന ആളെന്ന് കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറെ ഉണ്ടല്ലോ. സന്തോഷം. അങ്ങനെ വന്നതാണ്. കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ? അതോ കുക്കിംഗ് ഭയങ്കര വയ്യാതായ സമയമുണ്ട്, കുറെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടം കഴിക്കാൻ എന്താണ് താല്പര്യം? സാധാരണ കഴിക്കാൻ വീട്ടിലെ ഭക്ഷണം ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കുന്ന ദോശ, ചോറ് ആൻഡ് തോരൻ എല്ലാം ഇഷ്ടമാണ്. രസം ഇഷ്ടമാണ്. രസം പൊരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് പാലക്കാടൻ സ്റ്റൈലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ ഒരു രീതിയിൽ അവിടെ വെച്ചിട്ട് അല്ല, അമ്മ ശരിക്കും തമിഴ്നാട് സ്റ്റൈലിലാണ് കുക്ക് ചെയ്യുന്നത്. മേട്ടുപ്പാളയം അടുത്ത സിറുമുഖ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അപ്പൊ അവിടെ തമിഴ്നാട് ഷെഫിനെല്ലാം അറിയാമായിരിക്കുമല്ലോ, വേറെ സ്റ്റൈലല്ലേ ആ ടൈപ്പ് ഓഫ് രസവും. അതെനിക്കറിയാം. വെജിറ്റേറിയൻ ആണോ അവിടെ? അല്ല, നോൺ വെജും ആണ്. ചിക്കൻ എല്ലാം വെക്കും, അതൊക്കെ പക്ഷെ തമിഴ്നാട് സ്റ്റൈലാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. അതെ, എൻ്റെ അമ്മ നന്നായി അവിയൽ, മോരുകറി, പായസം ഒക്കെ ഉണ്ടാക്കും. അതും എനിക്ക് ഇഷ്ടമാണ്. തമിഴ്നാട്ടിലെ ഡിഷ് ഏറ്റവും ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്ന ഡിഷ് എന്തൊക്കെയാണ്? ദോശ, ഇഡ്ലി മെയിൻ ആയിട്ട്. ചമ്മന്തി വെക്കും, വെങ്കായ സാമ്പാർ വെക്കും,
വെങ്കായ സാമ്പാർ. പിന്നെ തക്കാളി സാമ്പാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അതിൽ ചെറിയ ഉള്ളിക്കാണ് അവർ വെങ്കായ സാമ്പാർ എന്ന് പറഞ്ഞാൽ. ചിന്ന വെങ്കായ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണ്. ഈ തമിഴ്നാട്ടിലാണ് ഈ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകത. ഓരോ സാമ്പാറിനും ഓരോ വെജിറ്റബിൾ ആയിരിക്കും. അപ്പോൾ അത് ചിന്ന വെങ്കായ സാമ്പാർ ആണെങ്കിൽ ചെറിയ ഉള്ളി മാത്രം ഇടും. അതിനുശേഷം ഇപ്പം നമ്മൾ അവിടെ റാഡിഷ്, മുള്ളങ്കി സാമ്പാറാണെങ്കിൽ റാഡിഷ് മാത്രമായിരിക്കും. മുരിങ്ങയ്ക്കാണെങ്കിൽ മുരിങ്ങയ്ക്ക സാമ്പാർ. നമ്മളുടെ കേരളത്തിലെ സാമ്പാർ ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ്. അതിനകത്ത് മത്തങ്ങ വേണം, വെണ്ടയ്ക്ക വേണം, വഴുതനങ്ങ വേണം, അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇടും. പക്ഷേ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിളിനെ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഇടും. അത് ഭയങ്കര രസമാണ്. ഇപ്പം ഈ ചെറിയ ഉള്ളിയുടെ തന്നെ വെച്ചിട്ട് ഈ വെങ്കായ സാമ്പാറിന് കിള്ളി സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടോ? കിള്ളി സാമ്പാർ ഒരു ചെറിയൊരു മറ്റേ ഉണ്ട മുളക് കൂടൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടെ സ്പൈസി ആയിരിക്കും. ഭയങ്കര ടേസ്റ്റ്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷിനോടൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മറിനേറ്റ് ചെയ്ത ചിക്കൻ ഇങ്ങനെ നമ്മൾ ഹാഫ് ഡൺ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു പാനിലോ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ചെറിയ ഓണിയൻസിന്റെ ക്യൂബ്സ് അത് ജസ്റ്റ് സോട്ട് ചെയ്യും. സോട്ട് ചെയ്ത് ഇതിന്റെ സോസ് റെഡിയാക്കിയിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ വീട്ടില് എന്ത് തരം ഭാഷയാണ്? പിന്നെ മലയാളവും തമിഴും ഒക്കെ സംസാരിക്കാൻ പറ്റുമോ? അതോ? ബേസിക്കലി ഞാനൊരു കന്നഡകയാണ്. അച്ഛനമ്മ കന്നഡ. അപ്പൊ 3 ഭാഷയെ കുറിച്ചുള്ള എങ്ങനെ വീട്ടില് കന്നഡയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതിൽ നമ്മുടെ മലയാളം തമിഴും ഒക്കെ വല്ലാതെ മിക്സ് ആണ്. അപ്പൊ പക്ഷെ തമിഴ് പ്രോപ്പറായിട്ട് അറിയാം, മലയാളം പ്രോപ്പറായിട്ട് അറിയാം. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം കേരള മലയാളം അങ്ങനെയാണ്. പക്ഷെ അമ്മ ചെറുപ്പത്തിൽ കഥകൾ പറഞ്ഞിരുന്നതും കവിതകൾ പറഞ്ഞിരുന്നതും ഒക്കെ തമിഴിലായതുകൊണ്ട് എനിക്ക് ഈ 2 ലാംഗ്വേജും ഒരുപോലെയാണ്. കന്നഡയോ? കന്നഡ വീട്ടിൽ സംസാരിക്കും. പക്ഷെ ഇതൊന്നും മദർ ടങ് ഏതായിരിക്കും? അപ്പൊ മദർ ടങ് കന്നഡയാണ് ബേസിക്കലി. പക്ഷെ അതുമായിട്ടൊരു ബന്ധമില്ല. എനിക്ക് കേരളം തന്നെയാണ് എൻ്റെ നാട്. പിന്നെ തമിഴ്നാട് ഒരു ഇത് അമ്മയാണെങ്കിൽ അത് അച്ഛൻ എന്ന് വെക്കാം. പക്ഷെ എനിക്ക് അപ്പോഴും കർണാടകയായിട്ട് അങ്ങനെ വലിയ ബന്ധമില്ല. അപ്പൊ രമ്യ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ എന്താണ് വീട്ടിൽ സ്വന്തമായിട്ടൊക്കെ കുക്ക് ചെയ്യുക? ഭയങ്കര എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? എല്ലാവർക്കും ഞാൻ കുക്ക് ചെയ്ത് കാണാനും കഴിക്കാനും ഇഷ്ടം ബിരിയാണിയാണ്. തമിഴ്നാട് ബിരിയാണിയാണ്. റാവുത്തർ സ്റ്റൈൽ അല്ലെങ്കിൽ ആക്ച്വലി റാവുത്തർ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം പുതിന മല്ലിയെല്ലാം എല്ലാം അരച്ചുണ്ടാക്കുമല്ലോ. അത് എന്റെ ഒരു രീതിയിൽ എല്ലാം ഗ്രൈൻഡ് ചെയ്യും. സവാള എല്ലാം പേസ്റ്റ് ആണ്. അപ്പൊ അത് ഇട്ടിട്ട് വെക്കുന്ന ചിക്കൻ ബിരിയാണി അതിനുവേണ്ടി എഫേർട്ട് ഇടും എല്ലാവരും. വരുന്ന ഞങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തരാം, അരിഞ്ഞു തരാം, അതൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞ്. അപ്പൊ അതാണ് എനിക്ക് എന്താ പറയാ എല്ലാവരും കൂടുന്നത് കൊണ്ട് ഇഷ്ടമാണ് അത് ഉണ്ടാക്കാൻ. എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടിപ്സ് കൂടെ ഉണ്ട്. ഒരു ഹാഫ് ഫ്രൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഫ്രൈ ചെയ്താൽ കറക്റ്റ് ക്രിസ്പി ആയിട്ട്. കാരണം ഉള്ളിൽ ഇത് കുക്ക് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ചെറിയ പ്രശ്നം വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചെയ്യുമ്പം ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ മീറ്റൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. എന്നിട്ട് അത് വീണ്ടും തണുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് അതിന്റെ ഉള്ളിലെ മസിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പൊ ഇത് ഫുള്ളായിട്ട് കുക്കായിട്ടില്ല. അപ്പൊ വീണ്ടും ഓയിൽ അതേപോലെ വെച്ചിട്ട് ഒരു നമ്മൾ കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചു. ഇത് ഹാഫ് ഡൺ എന്നാണ് പറയുന്നത്. ഇതൊരു ഹാഫ് ഡൺ ആണ്. ഇനി ഇത് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് കുക്ക് ചെയ്താൽ കൃത്യമായിട്ട് ക്രിസ്പി ആയിട്ട് ഉള്ളിൽ കൃത്യമായിട്ട് വേകും. അപ്പോൾ ഇപ്പോൾ ഇത് റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. ചൂട് എല്ലായിടത്തും ഈവൻ ആയിട്ട് കിട്ടും. അതിനുശേഷം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ നമ്മളിതിൻ്റെ സോസ് റെഡിയാക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഗാർലിക്, അതേപോലെ ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ഉള്ളി, ക്യാപ്സിക്കം ഇത്രയും സാധനം പച്ചമുളക് കൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിതിൻ്റെ ഒരു സോസ് സെറ്റ് റെഡിയാക്കാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചില്ലി സോസും അതുപോലെ ടൊമാറ്റോ സോസും സോയാ സോസും ആണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് ഒരു ഇൻഡോ ചൈനീസിൻ്റെ ഇത്. അപ്പോൾ അതല്ലാതെ തന്നെ പേസ്റ്റ് ചെയ്ത് ഒരുപാട് കുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിത് മാത്രം കുക്ക് ചെയ്ത് ഇതിൻ്റെ സോസാക്കി മാറ്റാം. പക്ഷെ വീട്ടിലുള്ളവർക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം. ഞാനിങ്ങനെ ഷെഫിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പം ഒരുപാട് നാടിൻ്റെ ഡിഷ് മാത്രമല്ല അവർ ആ ഡിഷ് കഴിക്കുന്നതിന് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ആ ഒരു കൾച്ചറോ എന്താ പറയാ അതും കൂടെ അറിഞ്ഞിട്ടാണ് ഇത് സംസാരിക്കുന്നത്. എത്ര കാലം എടുത്തു ഇതിങ്ങനെ പാഷനേറ്റ് ആയിട്ട് ഇതിങ്ങനെ എടുക്കാനായിട്ട്? മീൻസ് ഇത്രയും മനസ്സിലാക്കാൻ കൊടുത്തൊരു സമയവും കൂടി ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയ്ക്കാണ് ഹാർഡ് വർക്ക്. ഒട്ടും അങ്ങനെ ഒരു ഹൈ പ്രിവിലേജ് എന്ന് വന്ന ഒരാളല്ല. അത് തന്നെ എല്ലാവർക്കും വലിയ ഇൻസ്പിറേഷനാണ്. അങ്ങനെ നിന്നുകൊണ്ട് സെയിം ടൈം ഇത്രയും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതെങ്ങനെ അത്രയും എന്താ പറയുക പറ്റി? അങ്ങനെ
ശരിക്കും അതൊരു ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. പിന്നീട് ഇത് ഈ ഒരു പ്രൊഫഷനകത്ത് വരികയും അത് 100% നമ്മൾ ഈ പൂർണ്ണമായിട്ട് ഇതിനകത്ത് ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു ലൈഫാണ്, എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, ഇതൊരു ജോലിയായി, ലൈഫ് മൊത്തം ഈ ഒരു പ്രൊഫഷൻ വഴി പ്രൊട്ടക്റ്റായി. അപ്പോൾ ഇതിനെ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ പോയി അതിനെക്കുറിച്ച് കാണുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പോയാൽ ആ ഭക്ഷണം എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊരു കൗതുകം തോന്നിയാലേ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ വീഡിയോയിലൊക്കെ ആളുകളെടുത്ത് പറയുമ്പോൾ ആളുകൾക്ക് ഇത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഇൻസൈറ്റ്സ് നമ്മളിലേക്ക് തന്നെ എത്തും, ഓട്ടോമാറ്റിക്കലി എത്തും. അപ്പോൾ പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ആളുകളെ ഫീഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ 3 കാര്യം ഇഷ്ടമായതുകൊണ്ട് അതൊരു ജോലിയായിട്ട് കൂട്ടില്ല. അപ്പോൾ എൻജോയ് ചെയ്ത് എന്ത് ചെയ്താലും അതിൻ്റെ ഇൻസൈറ്റ്സും അത് കുറേ നാൾ എഫർട്ട് ഇട്ടിട്ട് പിന്നെ വരുന്ന റിസൾട്ട് ഗംഭീരമായിട്ട് വരും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ ഇതും. അപ്പോൾ ഒരിക്കൽ പോലും ഒരു അഭിനയിക്കണമെന്ന് ആഗ്രഹമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്നും പുഷ് ചെയ്യാട്ടിരുന്ന ഒരാൾ. അപ്പോൾ ഇത് നാച്ചുറലി അഭിനയിച്ച ഒരാൾക്ക് ആദ്യത്തെ മൂവി തന്നെ ഇങ്ങനെ ഒരു ഡെബ്യൂ ചിത്രം വരുന്നതും ഈ പറഞ്ഞത് രണ്ടും കൂടെ കറക്റ്റ് തന്നെയാണ്. എൻ്റെ പ്രൊഫഷനിൽ ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാതിൽ തുറക്കുന്നത്. അപ്പം അപ്പോഴും അത് ചെയ്ത് കഴിയുമ്പോഴും ഞാൻ വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചിട്ടുണ്ട്, ഇത് സിനിമ, അഭിനയം. അപ്പം ഞാൻ നോക്കുമ്പം അഭിനയ പാർട്ടാണ് ഞാൻ ഭരതനാട്യത്തിൽ കൂടുതൽ ചെയ്യുന്നത്. അത് തന്നെയാണല്ലോ ഇവിടെ ചെയ്യുന്നത്, അത് വേറൊരു ഗ്രാഫാണെന്ന് മാത്രം. അപ്പം അങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് അതും സിനിമയോടും വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും എല്ലാം വന്നു. അല്ലെങ്കിൽ ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്ന ആ ഒരു ഇഷ്ടവും സ്നേഹം പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ വല്ലാതെ അത് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ വീണ്ടും കറക്റ്റ് ആ ഒരു ടൈമായി. ഇനി ഇത് വീണ്ടും ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോഴും നമ്മൾ നല്ല തിളച്ചെണ്ണയിലേക്ക് ഫുൾ ഫ്ലെയിമിലാണ് ഇനിയിപ്പോ ഞാൻ ഈവൻ ഉള്ളിവട ഉണ്ടാക്കിയാൽ പോലും, ഉള്ളിവട നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ പോലും ആദ്യം നമ്മൾ ഇടുന്ന അല്ലെങ്കിൽ ഉള്ളി ഞാൻ കരിയും. പക്ഷെ ഇതേപോലെ ചെയ്താൽ ഹാഫായിട്ട് ചെയ്തിട്ട് വീണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടാവും. അപ്പൊ ഇതേപോലെ സോസ് ഇതിന്റെ ഒരു സൈഡിൽ നമ്മളത് സെറ്റ് ചെയ്തെടുത്തു. ഇനി അതിനെ മിക്സ് ചെയ്യാണ്. സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പാണ്. ഇത് 3 ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സോസ്. ഇപ്പൊ ഇതിനകത്ത് ആ സോസ് എല്ലാം കറക്റ്റ് ആയിട്ട് എത്തി. ഷെഫിന്റെ വൈഫിന്റെ സപ്പോർട്ടിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഞാൻ എല്ലായിടത്തും കേട്ടു. എന്ന് വെച്ചാൽ അങ്ങനെ അതായത് ഒന്നും പറഞ്ഞിട്ടില്ല, ഫുൾ കട്ട സപ്പോർട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ആ ഓടുന്ന ഓട്ടത്തിന്റെ ഇടയ്ക്ക് അങ്ങ് പറയുവാണ്, ഇനിയിപ്പൊ ഞാൻ ഇത്രയും ദിവസത്തേക്ക് ഉണ്ടാവില്ല. എങ്ങനെയാണ് വൈഫിന്റെ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അവര് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ പിന്നെ ആലോചിക്കുന്നോണ്ടാണല്ലോ ഷെഫിനെ പറ്റി എടുത്ത് പറയുന്നത്. ഉറപ്പായിട്ട് എന്റെ കുടുംബം എന്റെ കൂടെ നിന്നിട്ടുണ്ട് എന്ന്. ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, അത് ഇങ്ങനെ ഒരു നമ്മളിപ്പോ കലാകാരനാണ് അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നു, ഒരുപാട് ലൊക്കേഷൻസിലും മൾട്ടിപ്പിൾ ടൈം ചിലപ്പോൾ വീട് വിട്ട് 1 മാസമൊക്കെ നിൽക്കേണ്ടി വരും. അതേ രീതി തന്നെയാണ് എൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യായിരുന്നു 29 ഇയേഴ്സ്. ഇപ്പോൾ 2 ഇയേഴ്സ് മുമ്പ് ഒരു സംരംഭം തുടങ്ങി. അന്ന് ഒരു ചെറിയൊരു 1 റെസ്റ്റോറൻ്റായിട്ട് തുടങ്ങി. അത് പിന്നീട് ആ ഫസ്റ്റ് ഇയർ തന്നെ 3-4 ആയി. പിന്നീട് നെക്സ്റ്റ് ഇയർ അത് 15 മാറുന്നു. ഇനി അടുത്തൊരു വർഷം ചിലപ്പോൾ അത് 40-50 എത്തും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ജേർണി. അതിന് ഒരുപാട് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത്രയും വലിയൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഈ ഫുഡ് ബിസിനസ്. എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഒരെണ്ണം ഫിക്സ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് റെഡിയാക്കി സെറ്റ് ചെയ്ത് R&D ചെയ്തിട്ട് വെച്ചിട്ട് അത് എന്നും വേണേൽ വിൽക്കാം. അതല്ല, ഇന്നത്തെ ദിവസം ഇന്ന് കിട്ടണം മീൻ, ഇന്ന് ആ സ്റ്റാഫ് കൃത്യമായിട്ട് ഉണ്ടാവണം. അപ്പോൾ അത് എല്ലാ 365 ദിവസവും വരുന്ന ആളുകൾ വ്യത്യസ്തമാണ്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കംപ്ലയിൻറ്റ്സ്, അവരുടെ ഫീഡ്ബാക്സ്, ഇതൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചിങ് ആണ്. അപ്പോൾ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ എടുക്കുമ്പം 100% ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര അതെ. നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് ക്രിസ്പി ഫ്രൈ ആയതുണ്ടല്ലോ, അതിൻ്റെ ഇപ്പം നമുക്ക് മനസ്സിലാവും ഒരു രണ്ടാമത് ഫ്രൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്രിസ്പിനെസ് വന്നത്. ചിക്കനൊക്കെ ആഡ് ചെയ്തു. രമ്യയുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തിയുടെ കുഞ്ഞുമാവ, പിന്നെ ഇപ്പുറത്ത് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും ഞാനും കുഞ്ഞും. മോനിപ്പം 6th മകൻ ഇപ്പൊ പെട്ടെന്ന് അമ്മയെ സിനിമയിലൊക്കെ കണ്ടു. അപ്പൊ അവരുടെയൊക്കെ ഒരു ഹാപ്പിനെസ് എന്താണ്? അവരൊക്കെ എന്താണ് അതിന് പോയി സിനിമയിൽ അഭിനയിച്ച് നിൽക്കുമ്പോൾ അവർ ഇത്രയും പെട്ടെന്ന് പോകാണ്ട് നിൽക്കുന്നതിന് സപ്പോർട്ടായിട്ടാണോ? അല്ലല്ല, ഭയങ്കര സപ്പോർട്ടാണ് ആള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ മനസ്സിലായി പോയി കണ്ടപ്പം എക്സൈറ്റഡ് ആയിരുന്നു. ഇനി ഇതിനകത്ത് നമ്മുടെ ഒരു സാധാരണ ഒരു ചിക്കൻ്റെ സ്റ്റോക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ലേശം ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഇത് തന്നെ മതി. ഒരു സെമി ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ്റെ ബോണും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്തൊരു സാധനമാണ്. അത് ലേശം ഒഴിച്ച് ഇതിനാക്കിയിട്ട് പിന്നീട് ഇതൊരു അല്പം കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതിലൊന്ന് കുക്കാവും.
പിന്നെ അത് കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇട്ടിട്ടുണ്ട്, സോൾട്ട് ഇട്ടു. ഇനി കുറച്ച് ഇത് ചില്ലി ചിക്കൻ ആണ്. ഇത് ഒരു സ്പൈസി ഡിഷാണ്. സ്പൈസി എത്രമാത്രം കഴിക്കും? ഒരുപാട് എരിവ് പറ്റില്ലല്ലോ, അതെനിക്കറിയാം. എന്നാലും ഒരു ലേശം ഇടുവാണ്. അങ്ങനെ അതിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് അത് മിക്സ് ആക്കി ആ ഒരു സോസിലൊന്ന് പെരണ്ടെടുത്തിട്ട് ഫൈനലി നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ്, ഉള്ളിത്തണ്ടാണ്, കുരുമുളക് ജസ്റ്റ് ഇട്ട് നമ്മുടെ ചിക്കൻ റെഡിയായി. ഡാൻസ് ഒക്കെ എത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ? ചെറുപ്പം മുതലേ ആണോ? അത് ചെറുപ്പത്തിലേ തന്നെ. ഞാൻ ഓർമ്മ വെക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഡാൻസ് ക്ലാസ്സിലുണ്ട്. ഇപ്പൊ ഒരു ഹീൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പഠിപ്പിക്കുന്നുണ്ട്? അതെ അതെ. എവിടെയാണ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട്? അത് കളമശ്ശേരി. ഇനിയിപ്പോ പുതിയ പ്ലാൻ, ഈ ഒരു നെക്സ്റ്റ് ഇപ്പൊ ഒരു സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞു, ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അഭിനയം അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ താല്പര്യമാണോ അതോ? ഞാൻ അത് കഴിഞ്ഞിട്ടും പിന്നെയും വർക്കുകൾ ചെയ്തു. ഒന്ന് തമിഴ് അറിയാലോ, അപ്പൊ തമിഴ് വെബ് സീരീസിലേക്ക് കിട്ടി. ഒരു നിഷാന്ത് എന്ന് പറയുന്ന വളരെ നല്ലൊരു ഡയറക്ടറാണ്. കടസിയിലെ ബിരിയാണി എന്ന് പറഞ്ഞൊരു സിനിമയുടെ, അപ്പം അതിൽ ഒരു വേഷം ചെയ്തു. പിന്നെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ പോകുന്നുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും ടോവിനോ, അങ്ങനെ ചെയ്യുന്നുണ്ട്. ലിറ്റിൽ ഹാർട്സ് ഷെയ്ൻ നിഗമിന്റെ. അതെ അതെ അതെ. ചിക്കൻ വിങ്സ് ലോലിപോപ്സ്. ഇത് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ആകെ ചോദിക്കാനുള്ള ഈ നൻപകൽ നേരത്തെ മയക്കം, അതിനകത്ത് മമ്മൂക്കയുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ചു. എങ്ങനെയാണ് ആ മമ്മൂക്കയായിട്ടുള്ള ഇന്ററാക്ഷൻസ്? മമ്മൂക്ക ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്വീറ്റാണ്. ഞാൻ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ മമ്മൂക്കനെ നമ്മളെങ്ങനെയാ ലാലേട്ടനെ മമ്മൂക്കനെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. അങ്ങനെ സെറ്റിലേക്ക് ചെല്ലണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അഭിനയിക്കാൻ ആ ഒരു ടെൻഷൻ ആലോചിച്ചിട്ട് അയ്യോ ഒന്ന് മമ്മൂക്കൻ്റെ കൂടെ സീനുണ്ടോ, അങ്ങനെയാണ് തുടക്കത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത്. ഷൂട്ട് തുടങ്ങുന്ന സമയത്ത്. അവസാനമായപ്പം ഇന്നും മമ്മൂക്ക വരുമോ, കാരണം മമ്മൂക്ക ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആക്കും. കാരണം അവര് കൂടെ കോൺഫിഡന്റ് ആണ്. അതെ അതെ. അതുപോലെ തെറ്റ് പറ്റിയാലും കൂടെ നിർത്തിയിട്ട് ഇത് ശരിയാക്കി എല്ലാം കറക്റ്റ് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ അത് പിന്നെ അവസാനം വരെ മമ്മൂക്ക എന്നുണ്ടെങ്കിൽ നന്നായി എന്ന് തോന്നുന്ന അത്രയും ഒരു എന്താ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആക്കി. അപ്പം അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇത്രയും ഒരു ലെജൻഡറി ആയിട്ട് ഒരു ആക്ടറിന്റെ കൂടെ ആദ്യ സിനിമയിൽ അഭിനയിക്കാം. എല്ലാവരുടെ ഒരു സിനിമ അഭിനയമുള്ളവരുടെ ഒരു ഉള്ളിലെ സ്വപ്നമാണ് ലാലേട്ടൻ അതുപോലെ മമ്മൂക്കയുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക. അത് ഫസ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അടിപൊളി. നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ ഉണ്ടാക്കിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉണ്ടാക്കാൻ പറ്റണം. മോൻ എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളാണ്. ചിക്കൻ വിങ്സ് എടുക്കുക, അല്ലെങ്കിൽ എനി പീസ് ഓഫ് ചിക്കൻ. അതിനകത്ത് കുറച്ച് അളവിൽ മൈദയും കോൺഫ്ലവറും ലേശം ചില്ലി പൗഡറും ബ്ലാക്ക് പെപ്പറും ഉപ്പും മുട്ടയും കൂടെ ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിൽ കുഴച്ചിട്ട് ചിക്കനകത്ത് മറിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം, അതുപോലെ ഗ്രീൻ ചില്ലി, ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിനുശേഷം ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പും ലേശം സോയാ സോസും ബ്ലാക്ക് പെപ്പറും ഇട്ട് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലേശം ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് അതിനൊരു ഗ്രേവി പോലെ ആക്കുക. ഈ ഒരു ഓയിൽ ഫ്രൈ ചെയ്ത് ചിക്കനെ 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഫ്രൈ ചെയ്ത ചിക്കൻ ഈ സോസിലിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും പിന്നെ നിങ്ങളുടെ സ്പൈസ് ആവശ്യാനുസരണം ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചില്ലി ചിക്കൻ ലോലിപോപ്സ് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് കുരുമുളക് ഭയങ്കര ഇഷ്ടമാണ്. എരിവ് പ്രശ്നമാണെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പം എൻ്റെ എരിവ് തന്നെയാണ് കേട്ടോ. ആണോ? ഒരുപാട് കൂടുതലിട്ടില്ല. പിന്നെ ആ സോസുകൾ ഭയങ്കര കറക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് മിക്കവാറും ഇങ്ങനത്തെ ഡിഷ് കഴിക്കുമ്പം സോസ് ഒന്നില്ലെങ്കിൽ കൂടിപ്പോകും. ഏതെങ്കിലും ഒരെണ്ണം. ഇത് ശരിക്കും ചില്ലിയും കെച്ചപ്പും അതിൻ്റെ ഒരു സ്വീറ്റ് ഉണ്ട്, ചില്ലിയുടെ ഇതുണ്ട്, പിന്നെ ആ സോർനെസ് വരിക സോയയുടെയാണ്. ഇതിന്റെ മൂന്നും കൂടെ ഒരു ബ്ലെൻഡ് കൃത്യമാകുമ്പോഴാണ് ഇത് ടേസ്റ്റ് ആയിട്ട്. അതിനകത്ത് ബ്ലാക്ക് പെപ്പർ ആഡ് ആയി കഴിഞ്ഞാൽ ഇത് ഭംഗിയായിട്ട് വരും. അതെ, ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഷോയുടെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ഒരു ഗസ്റ്റ് കൂടെ വരും. അപ്പോൾ ഓരോ എപ്പിസോഡിലും ഇതേപോലെ ഓരോ കഥകളും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണ്. അപ്പോൾ ഇന്നുള്ളത് ഡാൻസ് കൊറിയോഗ്രാഫി ഒക്കെ ഇഷ്ടമാണ്. അതിൻ്റെ കൂടൊപ്പം തന്നെ അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്ന കൊല്ലത്തുള്ള വിജേഷ് കുമാറാണ്. നമുക്ക് വിളിക്കാം. വിജേഷ്, വെൽക്കം. നമസ്കാരം.
വരൂ വരൂ വരൂ. ഇതൊക്കെ എന്താണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്? എന്താണ് ഇത്? കണവ പാൽപ്പരട്ടാണ്. ഓക്കെ, ഭയങ്കര സന്തോഷം. കണവ സ്ക്വിഡ് വെച്ചിട്ടുള്ള കണവ. സ്ക്വിഡൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്റെ വീട്ടിലധികം കുക്ക് ചെയ്യില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. വിജേഷ് എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ്? ഞങ്ങൾക്കെല്ലാം കരിക്കോട്. കരിക്കോട്. അപ്പൊ എത്ര നാളായിട്ട് ഈ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത്? ചെറുപ്പം നാൾ തൊട്ടേ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു 10 വർഷമായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണ് അല്ലേ? ഞാനും കൊറിയോഗ്രാഫറാണ്. അപ്പൊ എങ്ങനെ ചോദിക്കാൻ പറ്റും? അപ്പൊ ഇത് എങ്ങനെയാണ് ഒരു കൊറിയോഗ്രാഫിയുടെ? ഏത് ഫോം? സിനിമാറ്റിക് ആണോ? സിനിമാറ്റിക് ഉണ്ട്, ഹിപ്പ് ഹോപ്പ്, കുറെ സ്റ്റൈൽസ് ചെയ്യുന്നുണ്ട്, കണ്ടംപററി ഉണ്ടല്ലേ? എല്ലാം ചെയ്യും. അപ്പം അതാണ് പ്രൊഫഷൻ. അതിന്റെ ഒപ്പം കുക്കിംഗ് അല്ല, പുള്ളിക്ക് ഇപ്പം ഈ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിനകത്ത് വന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഇതിനകത്ത് വരണം എന്ന് തോന്നി. അമ്മ എടുത്ത് റെസിപ്പി ചോദിച്ചു. അപ്പൊ അമ്മ അങ്ങനെ ഉണ്ടാക്കി വന്നതാണ്. ഇപ്പൊ ഇവിടാണ് നിൽക്കുന്നത്, കൊച്ചി തന്നെയാണ് നിൽക്കുന്നത്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ട ഫുഡ് എന്തൊക്കെയാണ്? എന്താണ് കഴിക്കാൻ പോലെ? വീട്ടിലുണ്ടാക്കും ചോറും നല്ല മീൻകറി, പിന്നെ കുറച്ച് രസമോരൊക്കെ ഉണ്ടാക്കും. മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? ഇല്ല, പഠിച്ചു വരുന്നു. ആരും അമ്മയാണ് പറഞ്ഞു തരുന്നത്? അമ്മയാണ് പറഞ്ഞു തരുന്നത്. കുറെ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ 3-4 സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇപ്പൊ ലാസ്റ്റ് ചെയ്ത തുണ്ടെന്ന് പറഞ്ഞിട്ട് ബിജു മേനോന്റെ ഒരു പടം ചെയ്തു. പിന്നെ RDX ചെയ്തു. നമുക്ക് ഇനി ഇവരുടെ സ്ക്വിഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി. സ്വീറ്റ്നസ് ഇതിന്റെ ടേസ്റ്റ് തന്നെയാണ്. ഇതിനകത്ത് കോക്കനട്ട് മിൽക്ക് ഉണ്ട്. കോക്കനട്ട് മിൽക്കും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് ബ്ലാക്ക് പെപ്പർ ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. ഇച്ചിരി നല്ല പൊന്നേരി സാധവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ നല്ല രസമായിരിക്കും. സാധമായിട്ടില്ലേ? അതുപോലെ ഒരുപാട് നല്ല പുതിയ പ്രൊജക്ടുകൾ ഈ വർഷം മുഴുവൻ വന്ന് സന്തോഷമായിട്ട് ഇരിക്കട്ടെ രമ്യയ്ക്കും. അതുപോലെ വിജേഷ് കൊറിയോഗ്രാഫി ഒക്കെ ചെയ്ത് ആഗ്രഹം ഡ്രീം പോലെ ഒത്തിരി നല്ല പുതിയ പ്രൊജക്ടിനകത്ത് പാട്ടാവും. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, ഫുഡും നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു എപ്പിസോഡിൽ നമ്മളോട് രണ്ടുപേരും വന്നതിന്. ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുപോലെ കുറേ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയ ഗസ്റ്റുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.